Good morning. Good morning, ma'am. Good morning. Good morning. Okay, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ? ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് അല്ലേ നമ്മൾ എടുത്തത്? ജസ്റ്റ് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ ഇൻട്രൊഡക്ഷനില് 2 പോയിന്റ്സ് അല്ലേ പറഞ്ഞു നിർത്തിയത്? 2 പോയിന്റ്സ് അല്ലേ പറഞ്ഞു നിർത്തിയത്? ഓക്കെ. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് മിസ് റിവൈൻഡ് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ടീവ് സർവീസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു വൃത്തിയും നീറ്റ്നെസ്സും ക്ലീൻനെസ്സും ഒക്കെ നിലനിർത്തേണ്ടത് ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത് വളരെ ശരിയായ സമയത്ത് ശരിയായ വിലയില് ശരിയായ സ്ഥാനത്ത് തുണിത്തരങ്ങൾ വൃത്തിയുള്ള തുണിത്തരങ്ങൾ എത്തിക്കുക എന്നുള്ളത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ എന്താണ് പ്രധാനപ്പെട്ട സർവീസ് ആണെന്ന് പറഞ്ഞു. ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് പോയിന്റോടെയാണ് പറയുന്നത്. നെക്സ്റ്റ്, ദിസ് ടേം ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ക്ലോത്തിങ് ഐറ്റം. നമ്മൾ പറഞ്ഞിരുന്നു ഏത് ടേമാ? ലിനൻ എന്ന് പറയുന്ന ടേം ക്ലോത്തിങ് ഐറ്റംസിനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞിരുന്നു അല്ലെ? ലിനൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിനെയല്ല സൂചിപ്പിക്കുന്നത്. ഇവിടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ ക്ലോത്തിങ് ഐറ്റംസിനെയും തുണിത്തരങ്ങളെയും അല്ലെങ്കിൽ വസ്ത്രങ്ങളെയും നമ്മൾ ലിനൻസ് എന്ന രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. Then it consists of all the textiles used in hospital which include mattress. അപ്പൊ ഒരു ലിനൻ എന്ന് പറയുന്ന ആ ഒരു ടേമില് ഹോസ്പിറ്റലിലെ എല്ലാ ടെക്സ്റ്റൈൽസും എല്ലാ വസ്ത്രങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതായത് ഇൻക്ലൂഡ് മാട്രസ്, മെത്തകള്, ബെഡ് കവറുകള്, ബെഡ്ഷീറ്റുകള്, ടവല്, ബ്ലാങ്കറ്റ്, സ്ക്രീന്, കർട്ടൻ, ഡോക്ടർ കോട്ട്, ടേബിൾ കവർ മുതലായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ ടെക്സ്റ്റൈൽസും എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? ഏത് ടേമിലാണ് ഉൾപ്പെടുന്നത്? ഏത് ടേമിൽ ഉൾപ്പെടുന്ന ക്ലോത്തിങ് ഐറ്റം എന്ന് പറയുന്നത്? ലിനൻ എന്ന് പറയുന്ന ടേമിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. Then the most preferred and frequently used material is cotton as it is lower priced and more comfortable. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ഏറ്റവും മോസ്റ്റ് പ്രിഫർ ചെയ്യുന്ന ഫ്രീക്വന്റ്ലി പതിവായിട്ട് ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ അല്ലേ കോട്ടൺ അല്ലെ? ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിലെ ബെഡ്ഷീറ്റുകൾ ആയിക്കോട്ടെ, പില്ലോ കവേഴ്സ് ആയിക്കോട്ടെ, മറ്റ് ബ്ലാങ്കറ്റ് ആയിക്കോട്ടെ, സ്ക്രീൻ ആയിക്കോട്ടെ, കർട്ടൻ ആയിക്കോട്ടെ, അതെല്ലാം കോട്ടൺ അല്ലേ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് അല്ലെ? ആണോ? ആണ് അല്ലെ? അപ്പൊ നോക്കിയേ, അത് ആ ഒരു സെന്റൻസ് ചോദിക്കാറുണ്ട്. ഏത് മെറ്റീരിയൽ ആണ് മോസ്റ്റ് പ്രിഫേർഡ് ആൻഡ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് മെറ്റീരിയൽ ഇൻ എ ലോണ്ടറി അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന മോസ്റ്റ് പ്രിഫേർഡ് ആൻഡ് ഫ്രീക്വന്റ്ലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാന്നുള്ളത് കേട്ടോ? കോട്ടൺ ആണ്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ, ചോദിക്കാറുണ്ട്. കാരണം അത് ലോവർ പ്രൈസ്ഡ് മാത്രമല്ല, മോർ കംഫർട്ടബിൾ ആണ്, കുറച്ച് സുഖപ്രദമായിട്ട് അല്ലെങ്കിൽ മോർ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് കോട്ടൺ ആണ് സാധാരണ പതിവായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ചോദിക്കാറുണ്ട് കേട്ടോ. Then hospital laundry receives all the linen material from different areas such as ward, OT, OPD and office area where they undergo the process of sorting, washing, extracting, drying, ironing, folding, mending and delivery. In the case of linen, special care should be taken. എന്താ പറയുന്നത്? ഹോസ്പിറ്റൽ ലോണ്ടറി റിസീവ് ഓൾ ദ ലിനൻ മെറ്റീരിയൽ ഫ്രം ഡിഫറെന്റ് ഏരിയാസ്. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് മാത്രം, ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പ്രത്യേക ഏരിയയിൽ നിന്ന് മാത്രമല്ലല്ലോ വസ്ത്രങ്ങൾ കൊണ്ടുവരുന്നത്. അല്ല, ഒരു വാർഡിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്, ഓഫീസ് ഏരിയയിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലിലെ ഈ തുണിത്തരങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ഏരിയാസിൽ നിന്നും ഈ ഒരു ലോണ്ടറിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വസ്ത്രങ്ങള് വരുന്നുണ്ട്. ഇല്ലേ? വരുന്നുണ്ടോ? കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ദ പ്രോസസിങ് ഓഫ് സോർട്ടിങ്. എന്നിട്ട് കുറെ പ്രോസസ്സുകളിലൂടെ കടന്നാണ് അത് വൃത്തിയാക്കിയ വസ്ത്രങ്ങളായിട്ട് മാറുന്നത് അല്ലെ? നമ്മുടെ വീടുകളിലാണെങ്കിൽ എന്താ ചെയ്യാം?
തുണികൾ ഉണ്ടെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യാം? വസ്ത്രങ്ങൾ അലക്കാനുണ്ടെങ്കിൽ നമ്മുടെ റൂമുകളിലായിട്ടുള്ള വസ്ത്രങ്ങളെല്ലാം നമ്മൾ ശേഖരിച്ചു കൊണ്ടുവരും. ശരിയല്ലേ? ഇപ്പൊ വാഷിംഗ് മെഷീനിലാണെങ്കിൽ അവിടേക്ക് കൊണ്ടുവരുമല്ലോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? സോർട്ട് ചെയ്യും, തരംതിരിക്കും, ഇല്ലേ? വൈറ്റ് കളർ ഡ്രസ്സുകൾ വേറെ, അല്ലെങ്കിൽ നമ്മൾ നല്ല പുറമെ യൂസ് ചെയ്യുന്ന നല്ല വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് വേറെ, കളർ ഫെയ്ഡ് ആവുന്നുണ്ടെങ്കിൽ അത് വേറെ. നമ്മൾ അങ്ങനെ വേർതിരിച്ചു വെക്കില്ലേ? വെക്കോ? വേർതിരിച്ചിട്ടല്ലേ അത് വാഷിംഗ് മെഷീനിലേക്ക് ഇടുന്നത്. അതിനെയാണ് നമ്മൾ സോർട്ടിങ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ അത് ഓരോന്നും വാഷ് ചെയ്യുന്നു, കഴുകുന്നു, എക്സ്ട്രാക്ട് ചെയ്യുന്നു. എന്താണ്? അതിലെ വെള്ളം പിഴിഞ്ഞു കളയും, അല്ലെ? അതിനുശേഷം നമ്മൾ ഡ്രൈ ചെയ്യും, ഉണക്കും. അതിനുശേഷം അയൺ ചെയ്യോ? ഫോൾഡ് ചെയ്യും, മടക്കി വെക്കും, അല്ലെ? ഇനി ചിലപ്പോ ചില തുണിത്തരങ്ങളില് മെൻഡിങ് എന്ന് പറഞ്ഞാൽ നന്നാക്കാം. അതായത് ചില തുണിത്തരങ്ങളിൽ ചിലപ്പോ ചില പിന്നലുകളോ കീറലുകളോ ഉണ്ടായേക്കാം, ഇല്ലേ? അപ്പോ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ ഡ്രസ്സുകളിലാണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്? അത് തുന്നിയൊക്കെ നന്നാക്കാറുണ്ട്, ഇല്ലേ? മെഷീൻസ് ഉള്ളവരാണെങ്കിൽ അത് അടിച്ചെടുക്കും, അല്ലെ? മെഷീനിൽ നമ്മൾ അടിച്ച് ടൈലറിങ് ചെയ്യും. അതല്ല എങ്കിൽ നമ്മൾ തുന്നിയാണെങ്കിലും അത് നന്നാക്കുന്നതിനെയാണ് മെൻഡിങ് എന്ന് പറയുന്നത്. ചെറിയ രീതിയിലുള്ള റിപ്പയറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ നടക്കും കേട്ടോ. ഇനി അതിനുശേഷം ഇതൊക്കെ കഴിഞ്ഞ് അത് ഓക്കെയാണ്, നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന തുണികള് എന്ത് ചെയ്യും? അതാത് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കും, വിതരണം ചെയ്ത് കൊടുക്കും, ഇല്ലേ? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്ത് ചെയ്യും? ഓരോരോ റൂമുകളിൽ ആരുടെയൊക്കെയാണോ വസ്ത്രങ്ങൾ അതുള്ളത് അത് നമ്മൾ ഓരോ റൂമിൽ കൊടുക്കും, അല്ലെ? റൂമിലേക്ക് കൊണ്ടുപോയി വെക്കും, ഷെൽഫിൽ വെക്കും, അല്ലെ? ഇതല്ലേ നമ്മൾ ചെയ്യാം. ഇത് തന്നെയാണ് ഇവിടത്തെയും പ്രോസസ്സുകൾ. ഈ പ്രോസസ്സുകളിൽ ഒന്നും വ്യത്യാസമില്ല കേട്ടോ. അത് ആ കറക്റ്റ് ഓർഡറിൽ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ ഒരു പ്രോസസ്സിന്റെ ആ ഒരു ഓർഡർ നമ്മൾ ഈ സൈക്കിളായിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതന്നെ ആ ഒരു വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ കിട്ടും കേട്ടോ. അപ്പൊ ഈ ഒരു പ്രോസസ്സുകള് ഏതൊരു വസ്ത്രമായിക്കോട്ടെ ഈ ഒരു ലോണ്ട്രിയിലേക്ക് കൊണ്ടുവന്നാൽ ഈ പ്രോസസ്സുകളിലൂടെ കടന്നു പോയിട്ടാണ് അത് വൃത്തിയുള്ള വസ്ത്രമായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഇത്തരം തുണിത്തരങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ സ്പെഷ്യൽ കെയർ എപ്പോഴും കൊടുക്കേണ്ടതായിട്ടുമുണ്ട്. ക്ലിയർ ആണോ ഇവിടെ വരെ? രണ്ട് പോയിന്റ്സ് വേഗം ഒന്ന് വായിച്ചു നോക്കിയതിനു ശേഷം നമുക്ക് ഒബ്ജക്റ്റീവ്സ് പറയാം. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. അപ്പോ നെക്സ്റ്റ് നമ്മള് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസ് അതാണ് നോക്കുന്നത്. അപ്പൊ ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണ് പറയുന്നത്. The purpose of this department is to provide adequate clean material to the patients and personnel while ensuring that hygienic conditions are maintained in the process. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത് is to provide adequate clean material, വൃത്തിയുള്ള മെറ്റീരിയൽസ് ആക്കുക കൊടുക്കുക. അവിടെ വരുന്ന പേഷ്യൻസിനും അവിടെയുള്ള ജീവനക്കാർക്കും വളരെ വൃത്തിയുള്ള മെറ്റീരിയൽസ് ആവശ്യാനുസരണം പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഉദ്ദേശം. While ensuring that hygienic conditions are maintained in the process. ഇത് നമ്മൾ വൃത്തിയാക്കുന്ന സമയത്ത് ഹൈജീനിക് കണ്ടീഷൻസ്, ശുചിത്വപരമായ എല്ലാ കണ്ടീഷൻസും
എൻഷുർ ചെയ്യുന്ന ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് വൃത്തിയായിട്ടും ആ ഒരു ശുചിത്വം പാലിച്ചുകൊണ്ട് തന്നെയാണ് അത് പ്രോസസ് ചെയ്ത് വൃത്തിയാക്കി എടുത്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ള വസ്ത്രങ്ങള് മതിയായ ക്ലീൻ മെറ്റീരിയൽസ് ആവശ്യമുള്ള രീതിയിൽ തന്നെ പേഷ്യൻസിനും ജീവനക്കാർക്കും ലഭ്യമാക്കുക അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന പർപ്പസ്. Then the main objective of the department are as follows. ഇനി മറ്റു പ്രധാനപ്പെട്ട മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ, ടു റിട്ടൈൻ എ കംഫർട്ടബിൾ. അപ്പൊ ഈ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്സ് ചോദിക്കാറുള്ള ക്വസ്റ്റൻ ആണ്. ടു റിട്ടൈൻ എ കംഫർട്ടബിൾ ആൻഡ് സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ്, സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ്. എന്താണ് അവിടെ വരുന്ന പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും വിസിറ്റേഴ്സിനും വളരെ സേഫ് ആയിട്ടുള്ള കംഫർട്ടബിൾ, വളരെ സുരക്ഷിതവും സുഖപ്രദവുമായിട്ടുള്ള സൗകര്യപ്രദവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തുക. രണ്ടാമത്തത്, ടു പ്രൊവൈഡ് കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് qualitative linen to various required areas like IP, operation theatre, OPD and other areas. എന്താണ് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് സപ്ലൈ, ഒരു സ്ഥിരമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ സ്ഥിരമായി ഏതൊക്കെ ഏരിയാസിലോട്ട് വിതരണം ചെയ്യുക എന്നുള്ളതാ. എന്താണ് ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഓപ്പറേഷൻ തിയേറ്ററുകളിലേക്ക്, OPD ഏരിയ ഔട്ട്പേഷ്യൻ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്, ഹോസ്പിറ്റലിലെ മറ്റ് ഏരിയാസിലേക്കും ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള നിലവാരമുള്ള തുണിത്തരങ്ങൾ ആവശ്യമായ ഏരിയയിലേക്ക് തുടർച്ചയായി അല്ലെങ്കിൽ സ്ഥിരമായി വിതരണം ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. തേർഡ് ഒബ്ജക്റ്റീവ് ആണ് to control hospital infections and retain the quality of care. ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധകളെ നിയന്ത്രിക്കുകയും അതിലൂടെ to retain the quality of care, ആരോഗ്യ പരിചരണത്തിന്റെ ഗുണനിലവാരം നിലനിർത്തുകയും ചെയ്യുക. അപ്പോ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിൽ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞേ? ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന പർപ്പസ് നമ്മൾ പറഞ്ഞു, പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെയുള്ള പേഷ്യൻസിന്, ജീവനക്കാർക്ക് മുതലായവർക്കും. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാല് എന്താണ്? ഒന്നാമത് നമ്മൾ മെയിൻ പർപ്പസ് ആയിട്ട് പറഞ്ഞത് പേഷ്യൻസിനും ജീവനക്കാർക്കും മതിയായിട്ടുള്ള മെറ്റീരിയൽസ്, എങ്ങനെയുള്ള വൃത്തിയുള്ള ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങള് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അത് എങ്ങനെയായിരിക്കണം? അത് ക്ലീൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ മതിയായിട്ടുള്ള ഹൈജീനിക് കണ്ടീഷൻസ് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം. മതിയായ ശുചിത്വപരമായിട്ടുള്ള എല്ലാ കണ്ടീഷൻസിലൂടെയും പോന്നിട്ടുള്ള, അതിലൂടെ വൃത്തിയാക്കിയിട്ടുള്ള തുണിത്തരങ്ങള് പേഷ്യൻസിനും ജീവനക്കാർക്കും പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന പർപ്പസ്. ഇനി ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ, ടു റിറ്റെയിൻ എ കംഫർട്ടബിൾ ആൻഡ് സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ്, സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ്. പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും വിസിറ്റേഴ്സിനും വളരെ സുരക്ഷിതവും സൗകര്യപ്രദവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തുക. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്, ഇപ്പോ IP ഏരിയ, ഇപ്പോ ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ, OPD ഏരിയ, ഔട്ട്പേഷ്യൻ ഡിപ്പാർട്ട്മെന്റ്, മറ്റ് ഏരിയാസ്, ഹോസ്പിറ്റലിലെ മറ്റ് ഏരിയാസിലോട്ടൊക്കെ ആവശ്യമായിട്ടുള്ള ഏരിയാസിലേക്ക് നല്ല ക്വാളിറ്റേറ്റീവ് ലിനൻസ്, നല്ല ഗുണനിലവാരമുള്ള ഇത്തരങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് വിതരണം ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ആണ് ടു കൺട്രോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ആൻഡ് റീറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് കെയർ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസിനെ നിയന്ത്രിക്കുകയും ക്വാളിറ്റി ഓഫ് കെയർ, ഗുണനിലവാര പരിചരണത്തിന്റെ ആ ഒരു ഗുണനിലവാരം നിലനിർത്തുകയും ചെയ്യുക. വേഗം വായിച്ചു നോക്കിയേ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് കേട്ടോ.
വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. Okay. Next one. Some of the main functions of the laundry services are the following. എന്തൊക്കെയാണ് മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ ലോണ്ടറി സർവീസ്? ലോണ്ടറി സർവീസിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയാം. ഫസ്റ്റ് വൺ ആണ് ടു കളക്ട് ഓർ റിസീവ് സോയിൽഡ് ആൻഡ് ഇൻഫെക്റ്റഡ് ലിനൻ ഫ്രം ഡിഫറെന്റ് പ്ലേസസ്. എന്തായിരിക്കും ഒന്നാമത്തത്? ഒന്നാമത്തെ ഫങ്ഷൻ എന്താ? ഹോസ്പിറ്റലിലെ ഡിഫറെന്റ് പ്ലേസുകളിൽ നിന്ന് സോയിൽഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ളതോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള തുണിത്തരങ്ങൾ എന്ത് ചെയ്യാം? കളക്ട് ചെയ്യുക, അത് റിസീവ് ചെയ്യുക അല്ലെങ്കിൽ സ്വീകരിക്കുക. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഒന്ന് ക്ലിയർ ആക്കി പോവാട്ടോ. ഹോസ്പിറ്റലിലെ ഡിഫറെന്റ് പ്ലേസുകളിൽ നിന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളാവാം, മറ്റു രീതിയിലുള്ള കറ പറ്റിയ തുണിത്തരങ്ങളാവാം, മലിനമായിട്ടുള്ള മറ്റു തുണിത്തരങ്ങളാവാം, അത് കളക്ട് ചെയ്യുക, അത് കളക്ട് ചെയ്യുക അല്ലെങ്കിൽ റിസീവ് ചെയ്യുക, സ്വീകരിക്കുക. രണ്ടാമത്തെ ഫംഗ്ഷൻ ടു പ്രോസസ് ദ സോയിൽഡ് ലിനൻ which include sorting, sluicing, disinfecting, washing, extracting, conditioning, ironing, pressing and folding. എന്തായിരിക്കും രണ്ടാമത്തെ പ്രോസസ്സ്? ഇപ്പൊ സോയിൽഡ് ആയിട്ടുള്ള ലിനൻസ് ആണ്, മലിനമായിട്ടുള്ള തുണിത്തരങ്ങളാണ് എങ്കിൽ അവ സോർട്ട് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം പറഞ്ഞ പ്രോസസ്സ് തന്നെ വേർതിരിക്കും, അല്ലെ? തരം തിരിച്ച് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ വാഷ് ചെയ്യാൻ എടുക്കുക. അതിനു വേണ്ടി അതുപോലെ തന്നെ ഇപ്പൊ കറ പറ്റിയിട്ടുള്ള ഇപ്പൊ ബോഡി ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ടൊക്കെയാണ്, അങ്ങനെയുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന് മുൻപായിട്ട് തന്നെ അത് സ്ലൂയിസിങ് ചെയ്ത് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ എന്താ? അണുവിമുക്തമാക്കണം. അപ്പൊ അങ്ങനെ അണുവിമുക്തം സ്ലൂയിസ് ചെയ്യാന്ന് പറഞ്ഞാൽ കഴുകുക എന്നുള്ള മീനിങ് തന്നെയാണ്. അപ്പൊ അതിന് മുൻപായിട്ട് നമ്മൾ ഡിസ്ഇൻഫെക്റ്റന്റുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഡിസ്ഇൻഫെക്റ്റിംഗ് ഏജന്റുകളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ രോഗാണുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അണുനശീകരണം ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ഒന്ന് കഴുകും. അതിനുശേഷം പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ വാഷിങ്ങിലേക്ക് വിടും. അതിനുശേഷം അത് എക്സ്ട്രാക്ട് ചെയ്യുന്നു. അത് പിഴിഞ്ഞ് അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് കണ്ടീഷനിങ് ചെയ്ത്, നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യില്ലേ, കണ്ടീഷനിങ് ചെയ്യാറില്ലേ? സ്റ്റിഫായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് വസ്ത്രങ്ങള് കണ്ടീഷനിങ് ചെയ്യുന്നു. അതിനുശേഷം ഡ്രൈ ചെയ്ത് അയൺ ചെയ്ത് പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കുന്നു. ക്ലിയർ ആണോ? രണ്ടാമത്തെ ഫങ്ഷൻസ് എന്താന്ന് പറഞ്ഞെന്ന് മനസ്സിലായോ? നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രോസസ്സുകൾ തന്നെയാ പറഞ്ഞത് കേട്ടോ. സോർട്ടിങ് ചെയ്യുന്നു, സ്ലൂയിസിങ്, ഡിസ്ഇൻഫെക്റ്റിംഗ്, വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ്, അയണിങ്, പ്രസിംഗ് ആൻഡ് ഫോൾഡിംഗ്. അടുത്തത് ടു ഇൻസ്പെക്ട് ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് മെറ്റീരിയൽ ആൻഡ് റീപ്ലേസ് ദം. എന്ത് ചെയ്യുന്നു? അപ്പൊ ഇത്തരം പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ വസ്ത്രങ്ങളും പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധനയില് എന്തെങ്കിലും റിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ടോ, ഡാമേജുകൾ സംഭവിച്ച മെറ്റീരിയൽസ് ഉണ്ടോ, റിപ്പയർ ചെയ്യേണ്ടവയാണെങ്കിൽ റിപ്പയർ ചെയ്യും, റീപ്ലേസ് ചെയ്യേണ്ടതാണെങ്കിൽ റീപ്ലേസ് ചെയ്യും. ഇപ്പൊ ഒരുപാട് കീറലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് റിപ്പയർ ചെയ്ത് മുഴുവൻ അടിച്ചെടുക്കുക അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്ത് തുന്നി മാറ്റുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീട്ടിലാണെങ്കിൽ നമ്മൾ ഒരു കീറിയ ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് മാറ്റിയിട്ട് പുതിയ ഒരെണ്ണം കൊണ്ട് ഇടുകയല്ല, യൂസ് ചെയ്യല്ലേ ചെയ്യാം, അല്ലേ? പുതിയതൊരെണ്ണം യൂസ് ചെയ്യല്ലേ ചെയ്യാം. അതെ, അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യും? അവരെ റിപ്പയർ ചെയ്യാൻ പറ്റാത്തത്, ഡാമേജ്, അതിന് അത്രയും ഡാമേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് പകരം ഒരെണ്ണം റീപ്ലേസ് ചെയ്ത് വെക്കും, പുതിയ ഒരെണ്ണം എടുത്ത് അതിന്റെ സ്ഥാനത്ത് വെക്കും. Then to distribute clean linen to the respective user department as needed. അതിനുശേഷം എന്ത് ചെയ്യും? ആവശ്യമായിട്ടുള്ള റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇത് ഉപയോഗിക്കുന്ന യൂസർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അവർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള വൃത്തിയാക്കിയിട്ടുള്ള തുണിത്തരങ്ങൾ എന്ത് ചെയ്യുന്നു? വിതരണം ചെയ്യുന്നു. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഫോർത്ത് പോയിന്റ് വരെ ക്ലിയർ ആണോ? ആദ്യം നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേസുകളിൽ നിന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടും സോയിൽഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അത് സോർട്ട് ചെയ്യുന്നു, സ്ലൂയിസിങ് ചെയ്യുന്നു, ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്യുന്നു, പ്രോപ്പർ ആയിട്ടുള്ള വാഷിങ്ങും എക്സ്ട്രാക്ടിങ്ങും കണ്ടീഷനിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഡ്രൈ ചെയ്ത് അയൺ ചെയ്ത് പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്യുന്നു. ഈ സമയത്ത് നമ്മൾ പരിശോധന നടത്തുന്നുണ്ട്. ആ തുണിത്തരങ്ങൾ എന്തെങ്കിലും റിപ്പയറോ ഡാമേജുകളോ ഡാമേജ് ഉണ്ടോ, അത് റിപ്പയർ ആവശ്യമുണ്ടെങ്കിൽ റിപ്പയർ ചെയ്യും. അതല്ല പകരം ഒരെണ്ണം റീപ്ലേസ് ചെയ്യണമെങ്കിൽ അതായിരിക്കും ചെയ്യുക. അതിനുശേഷം
ആ യൂസർ ഡിപ്പാർട്ട്മെന്റുകളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ക്ലീൻ ലിനൻ മെറ്റീരിയൽസ് നമ്മൾ വിതരണം ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഫിഫ്ത് വൺ പറയുന്നത് ടു മെയിൻറ്റെയിൻ ആൻഡ് കൺട്രോൾ ദ ഇൻവെന്ററീസ് ആൻഡ് പ്രോസസ്ഡ് ലിനൻ. ഇവിടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എപ്പോഴും വരുന്ന ഇൻവെന്ററീസ്, അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള സാധനങ്ങളുടെ ഇൻവെന്ററി എന്ന് പറഞ്ഞ വിവരപ്പട്ടിക എന്നാണ് അർത്ഥം. അതായത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള സാധനങ്ങളുടെ ആ ഒരു ലിസ്റ്റ് കൃത്യമായിട്ട് സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഏതൊക്കെ തുണിത്തരങ്ങൾ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്, പ്രോസസ്സ് ചെയ്ത് ഏതൊക്കെ വിതരണം ചെയ്തു, ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു റെക്കോർഡുകളും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. റിട്ടൺ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ പലതരത്തില് ഇതുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും. അപ്പൊ ഒരു തുണിത്തരങ്ങൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇപ്പോഴും ഒരു കണക്ക് വേണ്ടേ അല്ലെ? ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇന്ന തരത്തിലുള്ള സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ വാർഡിൽ നിന്നാണെങ്കിൽ 10 ബെഡ്ഷീറ്റുകളും 10 പില്ലോ കവറുകളും ആണ് കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് ഒരു രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വെക്കും. അത് എങ്ങനെ ഏത് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു, അതിനുശേഷം നമ്മൾ അതേ ഡിപ്പാർട്ട്മെന്റിൽ എത്ര എണ്ണം നമ്മൾ വിതരണം ചെയ്തു, അതിൽ എത്ര എണ്ണം ഡാമേജുകൾ വന്നിട്ടുണ്ട്, അതിൽ എത്ര എണ്ണം നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളെയും കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു രജിസ്റ്ററുകളിൽ ഈ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം, സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് പറഞ്ഞ 2 പോയിന്റ്സ് എന്താ, അവിടെ ഇൻവെന്ററീസ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള വിവര പട്ടികകൾ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്ത് സൂക്ഷിക്കുക, പ്രോസസ്ഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് റെക്കോർഡുകളും രജിസ്റ്ററുകളും മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ രജിസ്റ്ററുകളും ശരിയായ രീതിയിൽ നിലനിർത്തുകയും ചെയ്യുക. ക്ലിയർ ആണോ? 6 പോയിന്റ്സും ക്ലിയർ ആയോ? എളുപ്പമല്ലേ? ഈ ചാപ്റ്റർ വളരെ എളുപ്പമാണ്, സിമ്പിൾ ആണ്. നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാ പറയുന്നത് അല്ലേ? Then the responsibility of the department is to manage technical function, determining of the type of linen to be purchased, the quantity of material in stock, etc. Requirements for linen may vary in various areas, and the hospital need to provide sufficient quantity of linen for circulation as well as rest period in storage. ഇവിടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് ടെക്നിക്കൽ ഫംഗ്ഷൻസ്, ആ ഒരു ലിനൻ പ്രോസസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ ഫംഗ്ഷൻസ് മാനേജ് ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ ഏതൊക്കെ തുണിത്തരങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്, എത്ര ക്വാണ്ടിറ്റിയിലുള്ള മെറ്റീരിയൽസ് സ്റ്റോക്ക് വേണം, അതൊക്കെ ഈ ഡിപ്പാർട്ട്മെന്റിലെ പറയേണ്ടത്. കാരണം ഇവരാണ് അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഏതൊക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റോക്ക് ഇല്ലാത്തത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ടതായിട്ട് വരുമ്പോൾ സ്റ്റോക്ക് തീർന്നു പോവാം. അപ്പൊ അങ്ങനെ ഏതൊക്കെ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് നമുക്ക് സ്റ്റോക്ക് വേണം, എത്ര എണ്ണം സ്റ്റോക്ക് ഉണ്ട്, ഇനി എത്ര എണ്ണം പർച്ചേസ് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ഈ ഒരു ലോണ്ടറിയുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ ഫംഗ്ഷൻസ് കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു ഉത്തരവാദിത്വമാണ്. ആൻഡ് ദ ഹോസ്പിറ്റൽ നീഡ് ടു പ്രൊവൈഡ് സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് ലിനൻ for circulation as well as rest period in storage. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പല ഏരിയാസിലെയും തുണിത്തരങ്ങളുടെ ആവശ്യകതകൾ എത്രത്തോളമാണ് അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഇവർ നൽകുന്ന പർച്ചേസിംഗ് ഓർഡർ പ്രകാരമുള്ള മതിയായ ക്വാണ്ടിറ്റിയിലുള്ള തുണിത്തരങ്ങൾ സർക്കുലേഷൻ ആവശ്യമായിട്ടുള്ളതും റെസ്റ്റിംഗ് പീരീഡ് റെസ്റ്റ് ചെയ്ത് അവിടെ സ്റ്റോക്ക് ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതും ഒക്കെ ഹോസ്പിറ്റലാണ് അത് നൽകേണ്ട വ്യക്തികൾ. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസ് എത്ര വേണം, എത്ര സ്റ്റോക്കുകൾ നമുക്ക് വേണം, ഓൾറെഡി എത്ര സ്റ്റോക്ക് ഉണ്ട്, ഇനി എത്ര എണ്ണം വാങ്ങണം എന്നൊക്കെ ഉള്ള തീരുമാനിക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റാണ്. ഏത് ഡിപ്പാർട്ട്മെന്റ്? ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ആണ് അത് തീരുമാനിക്കുന്നത്. അത് പ്രകാരമുള്ള സാധനങ്ങൾ നൽകുന്നത് ആരാണ്? പർച്ചേസ് ചെയ്ത് നൽകേണ്ടത് ആരാ? ഹോസ്പിറ്റലാണ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അവര് തന്നെയായിരിക്കും ഇത് ആ ഒരു റിക്വയർമെന്റ്സ് മനസ്സിലാക്കുന്നതിനനുസരിച്ച് ഈ ഹോസ്പിറ്റല് അതിനനുസരിച്ചുള്ള തുണിത്തരങ്ങൾ സർക്കുലേഷനും അതുപോലെ തന്നെ റെസ്റ്റ് പീരീഡ് സ്റ്റോറേജ് ചെയ്ത് വെക്കാനും ഒക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യേണ്ടത് ഹോസ്പിറ്റലാണ് ചെയ്യേണ്ടത്. വായിച്ചു നോക്കി അവിടെ ഫങ്ഷൻസ്.
വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ നോക്കാം കേട്ടോ. ലൊക്കേഷൻ ആൻഡ് ഡിസൈനില് the laundry should be located in an area that has sufficient daylight and natural ventilation. ഇല്ലേ? അപ്പൊ നമുക്കൊരു നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മൾ തുണികളൊക്കെ വിരിച്ചിടണമെങ്കിൽ നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടണമെങ്കിൽ എന്ത് വേണം? ആവശ്യത്തിന് പകൽ വെളിച്ചം വേണം, വായു സഞ്ചാരമുള്ള ഒരു ഇടമായിരിക്കണം, വേണ്ടേ? അതുപോലെ തന്നെ ഈ ഒരു ലോണ്ട്രിയും അതുപോലത്തെ സ്ഥലത്തായിരിക്കണ്ടേ? സഫിഷ്യന്റ് ആയിട്ടുള്ള ഡേ ലൈറ്റ് കിട്ടണം, അല്ലെ? പകൽ വെളിച്ചം മതിയായ രീതിയിൽ കിട്ടുന്ന ഒരു ഏരിയ ആയിരിക്കണം. അതുപോലെ നാച്ചുറൽ വെന്റിലേഷൻ, പ്രകൃതിദത്തമായിട്ടുള്ള ഒരു വായു സഞ്ചാരവും കിട്ടുന്നിടത്തായിരിക്കണം ഈ ഒരു ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥാനം വരേണ്ടത്. Typically, it should be on the ground floor of an isolated building situated next to or adjacent to the water and power plant, away from the main service area. എപ്പോഴും നമ്മുടെ ഈ ഒരു ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ മെയിൻ സർവീസ് ഏരിയയിൽ കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിലെ മെയിൻ സർവീസ് നൽകുന്ന ഏരിയാസിലെ ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. അത്ര പെട്ടെന്ന് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒറ്റപ്പെട്ട് നിൽക്കുന്ന ബിൽഡിങ്ങുകളോ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ഈ ഒരു ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റ് വരാം. അല്ലാതെ പ്രധാനപ്പെട്ട മെയിൻ സർവീസുകൾ കൊടുക്കുന്ന ഏരിയയിൽ ഒന്നും കൊണ്ടുപോയി ഈ ഒരു ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റ് വെക്കാറില്ല. അതോടൊപ്പം തന്നെ ഇത് സാധാരണ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാവുന്നതാണ് ഏറ്റവും നല്ലത്. അഭികാമ്യം ഗ്രൗണ്ട് ഫ്ലോറിലാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട മെഷീനറീസും കാര്യങ്ങളും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിക്കാനായിരിക്കും കുറച്ചുകൂടി നമുക്ക് എളുപ്പം. അതോടൊപ്പം തന്നെ എന്ത് വേണം? മതിയായിട്ടുള്ള വാട്ടർ ആൻഡ് പവർ പ്ലാന്റ് ഫെസിലിറ്റി വേണം, വേണ്ടേ? വാഷിംഗ് മെഷീൻസും ആയിട്ടെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വാട്ടർ വേണമല്ലോ, വേണ്ടേ? കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ആ ഒരു സപ്ലൈയും വേണ്ടേ? അപ്പൊ അതുകൊണ്ട് തന്നെ വാട്ടർ ആൻഡ് പവർ പ്ലാന്റുമായിട്ട് അഡ്ജസന്റ് ആയിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ the department should be situated close to the elevators and must permit easy movement of linen to different areas. എന്താ? ക്ലോസ് ടു എലിവേറ്റേഴ്സ് അല്ലെങ്കിൽ ലിഫ്റ്റുകളുടെ അടുത്തൊരു ലിഫ്റ്റ് സൗകര്യം ഉണ്ടാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പെർമിറ്റ് ഈസി മൂവ്മെന്റ്, ഇപ്പൊ ഡിഫറെന്റ് ഏരിയാസിൽ തുണികൾ ഇങ്ങോട്ട് കൊണ്ടുവരാനും വൃത്തിയാക്കിയിട്ടുള്ള തുണികൾ കൊണ്ടുപോകാനും അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള എലിവേറ്റേഴ്സ് ആയിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു എലിവേറ്റർ ഫെസിലിറ്റിയും ഇതിനോട് കൂടെ ഉണ്ടായിരിക്കണം. അതുപോലെ ഹോസ്പിറ്റൽ ലോണ്ട്രി മാനേജേഴ്സ് സ്പെഷ്യാലിറ്റി ഐറ്റംസ് ആൻഡ് ടാസ്ക് which mainly include disinfection and infection control of normally stained linen as well as infected linen. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ലോണ്ട്രി എപ്പോഴും സ്പെഷ്യാലിറ്റി ഐറ്റംസ് ആൻഡ് ടാസ്ക്, അതായത് which mainly include disinfection and infection control. ഇപ്പൊ നോർമലി സാധാരണ തരാൻ പറ്റിയിട്ടുള്ള തുണിത്തരങ്ങളുണ്ട്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളുണ്ട്. ഇപ്പൊ ബോഡി ഫ്ലൂയിഡ്സ് വഴിയൊക്കെ കണ്ടാമിനേറ്റഡ് ആവുന്ന തുണിത്തരങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ വാഷ് ചെയ്യാനും അത് കഴുകാനും അത് ഡ്രൈ ചെയ്യാനും അത് ഫോൾഡ് ചെയ്യാനും എല്ലാത്തിനും അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഡിസിൻഫെക്ഷൻ ചെയ്യാനും ആ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിന്റെയും ടാസ്കുകൾ എപ്പോഴും ഓരോ ഹോസ്പിറ്റൽ ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റ് മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. Then there should be separate infection areas from the reception areas. അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ ഒരു ഹോസ്പിറ്റൽ ലോണ്ട്രി സർവീസിലേക്ക് ഇത് നമ്മുടെ തുണിത്തരങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനൊരു സെപ്പറേറ്റ് ഏരിയ, ഇപ്പൊ ഒരു ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട തുണിത്തരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏരിയ സെപ്പറേറ്റ് ആയിരിക്കും. എപ്പോഴും അത് അങ്ങനെ തന്നെയായിരിക്കും. നോർമലി സ്റ്റെയിൻഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളോ കാര്യങ്ങളോ സെപ്പറേറ്റ് ആയിരിക്കും നമ്മൾ കൈകാര്യം ചെയ്യുക. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളാണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിരിക്കും. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അത് പ്രത്യേകമായി നേരെ നമ്മൾ വാഷിംഗ് സൈറ്റിലേക്ക് കൊണ്ടുപോകല്ല ചെയ്യാം. അതിന് മുൻപായിട്ട് നമ്മൾ ഡിസിൻഫെക്ഷൻ ചെയ്യുന്നു, സ്ലൂയിസിങ് ചെയ്യുന്നു. അതിനുശേഷമായിരിക്കും നമ്മൾ മെയിൻ ആയിട്ടുള്ള വാഷിംഗ് സൈറ്റിലേക്ക് അത് കൊണ്ടുവരണം, അണുവിമുക്തമാക്കിയതിനു ശേഷം. അതുകൊണ്ട് തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് എപ്പോഴും ഇൻഫെക്റ്റഡ് ലിനൻസിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഏരിയ എപ്പോഴും പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ there should be sufficient power, മതിയായിട്ടുള്ള പവർ അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടായിരിക്കണം. സഫിഷ്യന്റ് ക്വാളിറ്റി ഓഫ് സ്റ്റീം, നല്ല രീതിയിലുള്ള നീരാവി പോലെയുള്ള എന്താണ് സഫിഷ്യന്റ് ക്വാളിറ്റി ഓഫ് സ്റ്റീം നമുക്ക് കൊടുക്കണം. ആസ് വെൽ ആസ് കറക്റ്റ് ടെമ്പറേച്ചർ, കൃത്യമായ ഒരു ടെമ്പറേച്ചറും അവിടെ നിലനിർത്താൻ സാധിക്കണം. അപ്പൊ ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ ആണ് നമ്മൾ പറഞ്ഞത്. ലൊക്കേഷൻ എപ്പോഴും എന്താണ് പറഞ്ഞത്? മതിയായ പകൽ വെളിച്ചവും അതുപോലെ തന്നെ വൃത്തിദത്ത വായു സഞ്ചാരവും ഉള്ള ഇടത്തായിരിക്കണം. അതുപോലെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്ങിൽ മെയിൻ സർവീസ് ഏരിയയിൽ നിന്ന് മാറി ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്ങിൽ
ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്. അവിടെ എപ്പോഴും എന്തുമായിട്ട് അഡ്ജസ്റ്റന്റ് ആയിരിക്കണം? പവർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പവർ പ്ലാന്റിന്റെ വാട്ടർ ഫെസിലിറ്റിയിലേക്ക് അടുത്തായിരിക്കണം. അതോടൊപ്പം ഇതിന്റെ തൊട്ടടുത്തായിട്ട് എലിവേറ്റർ ഫെസിലിറ്റി വേണം. ആ എലിവേറ്റർ ഫെസിലിറ്റിയിലൂടെ നമുക്ക് പെട്ടെന്ന് ഡിഫറെന്റ് ഏരിയാസിൽ നിന്നും തുണിത്തരങ്ങൾ കൊണ്ടുവരാനും തിരികെ വിതരണം ചെയ്യാൻ കൊണ്ടുപോകാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ലോണ്ടറിയിൽ നോർമലി സ്റ്റെയിൻഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളാണെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് ആണെങ്കിലും രണ്ടും സെപ്പറേറ്റ് ചെയ്ത് കൈകാര്യം ചെയ്യാനുള്ള ടാസ്കുകൾ ചെയ്യാനും അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനുമുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഇവർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക. അതിനനുസരിച്ച് മതിയായ പവർ വേണം, മതിയായ സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീമും വേണം, കൃത്യമായ ടെമ്പറേച്ചറും അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ശരി. നെക്സ്റ്റ്, ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ് ഫോർ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റികളും സ്പേസ് റിക്വയർമെന്റ്സും ആണ് താഴെ പറയുന്നത് കേട്ടോ. ഇപ്പൊ ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് അല്ലെങ്കിൽ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഫെസിലിറ്റി വേണം, എന്തൊക്കെ സ്പേസ് റിക്വയർമെന്റ്സ് വേണം, അതാണ് നമ്മൾ പറയുന്നത്. ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യകതകൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് വേണ്ട ബേസിക് റിക്വയർമെന്റ്സ് കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് ഡീകണ്ടാമിനേഷൻ ഏരിയ. ഒരു അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ വേണം. സ്ലൂയിസിങ് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് അണുനശീകരണം നടത്തുന്നതിനും രോഗാണുക്കളെ കുറയ്ക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഡിസ്ഇൻഫെക്റ്റന്റുകൾ ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴുകാനും അത് സ്ലൂയിസിങ് ചെയ്ത് വൃത്തിയായിട്ട് കഴുകാനും അത് അണുവിമുക്തമാക്കുന്നതിന് വേണ്ടി ഒരു ഡീകണ്ടാമിനേഷൻ ഏരിയ ഉണ്ടായിരിക്കണം. സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു അണുവിമുക്തമാക്കുന്ന ഏരിയ ഉണ്ടായിരിക്കണം. രണ്ടാമത്, ഏരിയ വിത്ത് ഫെസിലിറ്റീസ് ഫോർ റിസീവിംഗ്, സ്റ്റോറിംഗ്, sorting and washer loading of soiled linen. നോർമലി സ്റ്റെയിൻഡ് ആയിട്ടുള്ള കറ പറ്റിയിട്ടുള്ള തുണിത്തരങ്ങള് റിസീവ് ചെയ്യാൻ ഒരു ഏരിയ വേണം, അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു ഏരിയ വേണം, അത് സോർട്ട് ചെയ്യാൻ തരംതിരിക്കാൻ ഒരു ഏരിയ വേണം, വാഷറിലേക്ക് ലോഡ് ചെയ്യാനും ഒരു ഏരിയ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? രണ്ടെണ്ണം പറഞ്ഞു. ഒരു ഡീകണ്ടാമിനേഷൻ ഏരിയ വേണം, ഒരു അണുവിമുക്തമാക്കുന്ന ഏരിയ, അതായത് ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്ത് സ്ലൂയിസിങ് ചെയ്യാൻ വേണ്ടി അണുവിമുക്തമാക്കി രോഗാണുക്കളെ നശിപ്പിച്ച് കഴുകുന്നതിന് വേണ്ടി ആ ഒരു രോഗം അല്ലെങ്കിൽ അണുനാശനം ചെയ്യുന്നതിന് അണുനശീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഏരിയ ഉണ്ടായിരിക്കണം. രണ്ടാമത് സോയിൽഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള മുഷിഞ്ഞ തുണിത്തരങ്ങള് റിസീവ് ചെയ്യുന്നതിന് വേണ്ടി, അത് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയും, അത് സോർട്ട് ചെയ്യാൻ തരംതിരിക്കുന്നതിന് വേണ്ടിയിട്ടും, വാഷറിലേക്ക് ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു ഏരിയ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ സപ്ലൈ ഓഫ് വാട്ടർ, സ്റ്റീം ആൻഡ് പവർ. എന്തൊക്കെ സപ്ലൈ വേണം? വാട്ടർ, സ്റ്റീം, പവർ മുതലായിട്ടുള്ള ആവശ്യകതകൾ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ക്ലീൻ ലിനൻ പ്രോസസിംഗ് റൂം, വൃത്തിയുള്ള തുണിത്തരങ്ങള് പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റൂം വേണം. അതുപോലെ തന്നെ സ്റ്റാഫ് ഫെസിലിറ്റി, മതിയായ ജീവനക്കാരുടെ സൗകര്യങ്ങൾ ലഭ്യതകൾ വേണം. അതുപോലെ തന്നെ ഏരിയ ഫോർ അയണിങ്, സ്വിങ് ആൻഡ് മെൻഡിങ് ആൻഡ് ക്ലോത്ത്സ് ഡ്രൈയിങ് ഏരിയ. അയൺ ചെയ്യാനായിട്ടുള്ള ഏരിയ വേണം. സ്വിങ് തയ്ക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മെൻഡിങ് റിപ്പയറിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏരിയ വേണം. ക്ലോത്ത്സ്
ഡ്രൈ ചെയ്യാൻ ഉണക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഏരിയ ഉണ്ടായിരിക്കണം. ദെൻ സൊല്യൂഷൻ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജോ. അപ്പൊ നമ്മൾ ഈ ഒരു ഡിസിൻഫെക്ടിങ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിലും ചില സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അത്തരത്തില് ആ ഒരു വാഷിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു റൂം വേണം. അതുപോലെ തന്നെ ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി. നമ്മുടെ വീട്ടിലാണെങ്കിലും എല്ലാ തുണികളും മെഷീനിലിടും. എല്ലാ തുണികളും മെഷീനിലിട്ട് എന്ത് ചെയ്യും? ചിലവ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ളവ നമ്മൾ കയ്യിലിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഹാൻഡ് വാഷിംഗ് ചെയ്യാറില്ലേ? ചെയ്യാറുണ്ടോ? ചില നല്ല നല്ല വസ്ത്രങ്ങൾ നമ്മൾ ഹാൻഡ് വാഷിംഗ് ചെയ്യാറില്ലേ? അതുപോലെ തന്നെ ഇവിടെ ഏതെങ്കിലുമൊക്കെ വസ്ത്രങ്ങൾ ഹാൻഡ് വാഷ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ലോക്കബിൾ സ്റ്റോർ ടു അക്കോമഡേറ്റ് മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ലോക്കബിൾ ആയിട്ടുള്ള ലോക്ക് ചെയ്ത് സൂക്ഷിക്കാവുന്ന സ്റ്റോറുകൾ വേണം. അതുപോലെ തന്നെ ക്ലീൻ ലിനൻ ഇഷ്യൂഡ് കൗണ്ടർ, വൃത്തിയാക്കിയിട്ടുള്ള തുണിത്തരങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഒരു കൗണ്ടർ വേണം. അതുപോലെ തന്നെ സ്റ്റോറേജ് പ്ലേസ് ഫോർ ക്ലീനിങ് ഏജന്റ് സ്റ്റോറിംഗ് ക്ലീൻ ലിനൻ എക്സെട്ര. എന്താണ്? ക്ലീനിങ് ഏജൻസിനെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള പ്ലേസ് വേണം. അതുപോലെ വൃത്തിയാക്കിയിട്ടുള്ള തുണിത്തരങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഏരിയ വേണം. ഇനഫ് സ്പേസ് ഫോർ ഹെവി എക്യുപ്മെന്റ് ലൈക്ക് വാഷിംഗ് മെഷീൻ, സ്ക്യൂസർ എക്സെട്ര. ഇപ്പൊ വലിയ വലിയ വാഷിംഗ് മെഷീനുകൾ, സ്ക്യൂസർ എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ ഡ്രൈ ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പൊ അത്തരത്തിൽ എക്സ്ട്രാക്ട് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ട് സ്ക്യൂസറുകള്, വാഷിംഗ് മെഷീനുകൾ പോലുള്ള ഹെവി എക്യുപ്മെന്റുകൾ വെക്കാനുള്ള ആവശ്യമായിട്ടുള്ള സ്പേസ് വേണം. അതുപോലെ ഡെസ്കുകൾ വേണം, കൗണ്ടറുകൾ വേണം, ക്യാബിനറ്റ് വേണം ടു സ്റ്റോർ ഫയൽ ആൻഡ് രജിസ്റ്റർ. ഫയലുകളും രജിസ്റ്ററും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഡെസ്ക്, കൗണ്ടർ, ക്യാബിനറ്റ് മുതലായവയും വേണം. അപ്പൊ ഇതൊരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന് വേണ്ട അടിസ്ഥാനപരമായ ആവശ്യകതകളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കുറച്ച് റിക്വയർമെന്റ്സ് ആവശ്യം, സ്പേസും ഫെസിലിറ്റിയും ഒക്കെ ആവശ്യമാണെന്ന്. അതിനു വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യകതകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത് എന്താ? ഒരു ഡീകണ്ടാമിനേഷൻ ഏരിയ, അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ വേണം. രണ്ടാമത് പറഞ്ഞത് വരുന്ന മുഷിഞ്ഞ തുണിത്തരങ്ങള് റിസീവ് ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനും സോർട്ട് ചെയ്യാനും വാഷർ ലോഡ് ചെയ്യാനുമുള്ള ഏരിയ വേണം. അതുപോലെ തന്നെ വാട്ടർ ഫെസിലിറ്റി, സ്റ്റീം ആൻഡ് പവർ ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ വൃത്തിയാക്കിയിട്ടുള്ള തുണിത്തരങ്ങൾ പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റൂം വേണം. അതുപോലെ തന്നെ സ്റ്റാഫുകളുടെ ഫെസിലിറ്റി വേണം. ഏരിയ ഫോർ അയണിങ്, സ്വിങ് ആൻഡ് മെൻഡിങ്. എന്താ? അയൺ ചെയ്യാനും തയ്ക്കാനും അതുപോലെ റിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ക്ലോത്ത്സ് ഡ്രൈ ചെയ്യുന്നതിനും ഒക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം. സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനുമുള്ള ഒരു റൂം വേണം. ഹാൻഡ് വാഷിംഗ്, കൈകൊണ്ട് വാഷ് ചെയ്യേണ്ടതിന്റെ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ കൊടുക്കണം. ലോക്കബിൾ ആയിട്ടുള്ള ഇത്തരം മെറ്റീരിയൽസ് ഒക്കെ വയ്ക്കാൻ വേണ്ടി ലോക്കബിൾ ആയിട്ടുള്ള സ്റ്റോറുകൾ വേണം. അതുപോലെ വൃത്തിയുള്ള തുണിത്തരങ്ങൾ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി, വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേക കൗണ്ടർ വേണം. അതുപോലെ ക്ലീനിങ് ഏജൻസോ സ്റ്റോറിംഗ് ക്ലീൻഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളോ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു സ്റ്റോർ വേണം. അതുപോലെ ഹെവി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള വാഷിംഗ് മെഷീൻ, സ്ക്യൂസർ മുതലായവയ്ക്ക് മതിയായ എണ്ണം വെക്കാനുള്ള സ്പേസ്, ആവശ്യത്തിനുള്ള സ്പേസുകൾ വേണം. അതുപോലെ ഡെസ്ക്, കൗണ്ടർ, ക്യാബിനറ്റ്സ് മുതലായവ ഫയലും രജിസ്റ്ററും സ്റ്റോർ ചെയ്യാനും ഉണ്ടായിരിക്കണം. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ്.
വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ അല്ലേ? ശരി. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലില് ലോണ്ടറി സർവീസ് ഉണ്ടാകുന്നതിന്റെ പ്രാധാന്യം നോക്കിയേ. efficient and effective linen and laundry services can increase patient experience and reduce the danger of cross contamination. ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് എന്താണ് ഇൻക്രീസ് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാൻ പറ്റില്ലേ? ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുന്നു, നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന് വിചാരിക്കും, നല്ല വസ്ത്രങ്ങളും നല്ല രീതിയിലുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവിടെ ഇട്ടിരിക്കുന്നതെങ്കിൽ അതിലൂടെ നമ്മുടെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാൻ പറ്റില്ലേ? നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ നമുക്ക് തോന്നാം, നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നൂലേ? തോന്നൂ. അപ്പൊ അത് വർദ്ധിപ്പിക്കാനായിട്ട് നല്ലൊരു എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് ഉണ്ടെങ്കിൽ അത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെഡ്യൂസ് ദ ഡേഞ്ചർ ഓഫ് ക്രോസ് കണ്ടാമിനേഷൻ, ഇല്ലേ? ഇൻഫെക്ഷൻസ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകരുന്നതിനെ കുറയ്ക്കാൻ പറ്റില്ലേ? പറ്റുമോ? പ്രോപ്പർ ആയിട്ട് ആ വസ്ത്രങ്ങള് എന്താണ് സാനിറ്റേഷൻ പ്രൊസീജിയേഴ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെയാണ് ആ തുണികള് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്തിട്ടുള്ളത്, പ്രോസസ് ചെയ്ത് വന്നിട്ടുള്ളതെങ്കിൽ അതിൽ നിന്നും മറ്റുള്ളവർക്ക് ഇൻഫെക്ഷൻസ് പകരാലോ. അത്തരത്തിലുള്ള ഒരു ക്രോസ് കണ്ടാമിനേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് സ്പ്രെഡ് ആവുന്നതിനെ കുറയ്ക്കാൻ, അതിന്റെ ആ ഒരു അപകട സാധ്യതയും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ലേ? പറ്റും അല്ലെ? സോ ഇറ്റ് ഈസ് നെസസറി ടു ഹാവ് ക്ലീൻ ആൻഡ് ഹൈജീനിക് ലോണ്ടറി which would ensure a safe environment for patient and prevent spread of infection. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴും വളരെ വൃത്തിയുള്ള ഒരു ഹൈജീൻ ലോണ്ടറി, ഒരു ശുചിത്വപൂർണ്ണമായിട്ടുള്ള ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റൽ ഉള്ളത് വളരെ അനിവാര്യമാണ്. അതിലൂടെ നമുക്ക് പേഷ്യൻസിനും അതുപോലെ തന്നെ ഒരു വളരെ സുരക്ഷിതമായ അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നതിനെ, പകരുന്നതിനെ തടയാനും സാധിക്കും. സോ ഇത് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് താഴെ പറയുന്നത്. എന്തൊക്കെയായിരിക്കും നോക്കിയേ. ഫസ്റ്റ് വൺ ആണ് പ്രിവെന്റിങ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ പകരുന്നതിനെ തടയുന്നു. അതൊന്നാമത്തെ ഇമ്പോർട്ടൻസ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് പേഷ്യന്റ് കംഫർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, ഇല്ലേ? നല്ല വൃത്തിയുള്ള തുണിത്തരങ്ങളും കാര്യങ്ങളും ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും, നമ്മൾ വളരെ സംതൃപ്തരുമായിരിക്കും, അല്ലെ? അപ്പൊ പേഷ്യൻസിനെ കംഫർട്ടബിൾ ആക്കാനും അതുപോലെ അവരുടെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരാനും സഹായിക്കുന്നുണ്ട് ഉണ്ടല്ലോ. മൂന്നാമത്തത് ഈസ്തെറ്റിക് വാല്യൂ. എന്താണ്? ഒരു സൗന്ദര്യാത്മക മൂല്യം എന്ന് വെച്ചാൽ എന്താ? നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ഈച്ച് ആൻഡ് എവറി തുണിത്തരം എല്ലാം, അതായത് കർട്ടനുകളായിക്കോട്ടെ, ടേബിൾ കവറുകളായിക്കോട്ടെ, സ്ക്രീൻ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇഷ്ടം തോന്നൂലേ? തോന്നോ? ഒരു ബ്യൂട്ടി തോന്നൂലേ ആ ഒരു സ്ഥാപനത്തോട്? തോന്നൂലേ? ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കും, നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്യും, അല്ലെ? ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കി അവിടുത്തെ കർട്ടൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ അടിച്ച് കഴുകി വൃത്തിയാക്കി രണ്ടാമത് അത് ഇടുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഫീൽ അല്ലേ കിട്ടുക? അല്ലെ? നിങ്ങൾക്ക് തോന്നാറില്ലേ അത്? ഭയങ്കര ഒരു നല്ലൊരു വൃത്തിയുള്ള ഒരു ഫീൽ, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സൗന്ദര്യം, അല്ലെങ്കിൽ നമ്മുടെ വീട് തന്നെയാണോ ഇത് എന്നുള്ളത് നമുക്ക് തോന്നിപ്പോ അല്ലെ? ഇത്ര മനോഹരമായിരുന്നോ എന്ന്. ആ ഒരു രീതിയിലുള്ള ഒരു സൗന്ദര്യാത്മക മൂല്യം, ഒരു വാല്യൂ നമ്മുടെ വരുന്ന ഓരോ വിസിറ്റേഴ്സിലും ഉണ്ടാക്കിയെടുക്കാൻ അത് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് പബ്ലിക് ഇമേജ്, പൊതുവായിട്ടുള്ള ഒരു നല്ലൊരു പബ്ലിക് ഇമേജ്, പൊതു ഇമേജ് അല്ലെങ്കിൽ ഒരു ചിത്രം ഈ സ്ഥാപനത്തെ കുറിച്ച് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ശരിയല്ലേ? നമ്മള് വൃത്തിയില്ലാത്തൊരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരിക്കലും പോകാൻ തോന്നില്ല, അല്ലെ? നമ്മളൊരു വൃത്തിയില്ലാത്തൊരു ഹോസ്പിറ്റലൊക്കെയാണ്, ഒരു വൃത്തിയൊന്നും ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ പിന്നീട് പോകാനേ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല, അല്ലെ? അതേസമയം നല്ല വൃത്തിയോടുകൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിനനുസരിച്ച് പബ്ലിക്കിനിടയിൽ ഒരു പൊതു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്.
അപ്പോ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോ ഇതെന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലില് ഒരു ലോണ്ടറി സർവീസ് ഉണ്ടാവുന്നതിന്റെ പ്രാധാന്യമാണ് പറഞ്ഞത്. അതില് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടൊരു ലോണ്ടറി സർവീസ് ഉണ്ടെങ്കിൽ അതിലൂടെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം വർദ്ധിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നതിനെ, അത്തരത്തിലുള്ള ക്രോസ് കണ്ടാമിനേഷൻസിലേക്ക് നമുക്ക് അതിന്റെ അപകട സാധ്യത കുറയ്ക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു ഹോസ്പിറ്റലും ഒരു നല്ല വൃത്തിയുള്ള ഒരു ശുചിത്വപൂർണമായിട്ടുള്ള ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ്. അതിലൂടെ പേഷ്യൻസിന് വളരെ സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് നൽകാൻ പറ്റും. അതുപോലെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നതിനെ തടയാനും സാധിക്കും. ഇനി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്? പ്രധാനപ്പെട്ട 4 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ചോദിക്കാനുള്ള പോയിന്റ്സ് ആണ് കേട്ടോ 4. പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻസ് പകരുന്നതിനെ തടയുന്നുണ്ട്. രണ്ടാമത്തത് പേഷ്യൻസിനെ കംഫർട്ടബിൾ ആക്കിയും പേഷ്യൻസിനെ വളരെ സൗകര്യപ്രദമായിട്ട്, സുഖകരമായിട്ട് അല്ലെങ്കിൽ അവർക്ക് സൗകര്യപ്രദമായിട്ട് നിലനിർത്താനും അവരുടെ സംതൃപ്തി നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എസ്തെറ്റിക് വാല്യൂ, ഒരു നല്ല സൗന്ദര്യാത്മക മൂല്യം വരുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഇമേജ്, നല്ല ഒരു പൊതു ജനങ്ങൾക്കിടയിൽ ഒരു നല്ല പബ്ലിക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. അവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കി. വായിച്ചോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ്, പ്ലാനിംഗ് ഫോർ ഹോസ്പിറ്റൽ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് റിലേസ്. അപ്പൊ ഒരു ഹോസ്പിറ്റലില് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് വേണമോ വേണ്ടയോ എന്ന് ആസൂത്രണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുമ്പോൾ ഈ താഴെ പറയുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മളത് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും ലോണ്ടറി ആൻഡ് ലിനൻ സർവീസുകൾ ഇല്ല. ശ്രദ്ധിച്ചാണ് വളരെ കുറച്ച്, അതായത് അത്യാവശ്യം സർവീസുകൾ കൊടുക്കുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ അവരുടെ ഉണ്ടാവും. അല്ലാതെ വളരെ ചെറിയ രീതിയിലുള്ള ട്രീറ്റ്മെന്റും കെയറുകളും സർവീസുകളും കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ഏരിയയോ കാര്യങ്ങളോ ഉണ്ടാവണം എന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന, ഒരു ഹോസ്പിറ്റൽ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മളത് പ്ലാൻ ചെയ്യുക. അപ്പൊ അതൊക്കെ ഓക്കെ ആണെങ്കിലാണ് നമ്മളത് എന്ത് ചെയ്യുക, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്തൊക്കെ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലാണ്, അതിന്റെ വലിപ്പം, എത്രത്തോളം നമ്പർ ഓഫ് ബെഡ്സ് ഉണ്ട്, എത്രത്തോളം പേഷ്യൻസ് ഉണ്ട്, അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും, അതിനനുസരിച്ച് ആ ഹോസ്പിറ്റൽ എത്രത്തോളം സർവീസുകൾ നൽകുന്നുണ്ട്, അങ്ങനെ ആ ഹോസ്പിറ്റലിന്റെ വലിപ്പം നോക്കും. മനസ്സിലായോ? ഒന്നാമത്തെ കാര്യം. ഇപ്പൊ ഒരു വലിയ ഹോസ്പിറ്റലാണ്, ഒരുപാട് സർവീസുകൾ നൽകുന്ന, ഒരുപാട് ഇൻപേഷ്യൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ഒരു ലോണ്ടറി സർവീസ് വേണ്ടേ? വേണം അല്ലെ? അതേസമയം ചെറിയൊരു ആശുപത്രിയാണ്, ഒരുപാട് ഇൻപേഷ്യൻസിനെ ഒന്നും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല, വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾ മാത്രം സ്റ്റേ ചെയ്ത രീതിയിൽ ജസ്റ്റ് ഒരു ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ പോലെയുള്ളതോ, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ചിലപ്പോൾ 1-2 ദിവസം മാത്രം അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ഇത്തരത്തിലൊരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് വെക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല അല്ലെ? ഒരുപാട് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് പ്രവർത്തിക്കാനുള്ള ഒരുപാട് സോഴ്സസ് അല്ലെങ്കിൽ ഒരുപാട് തുണിത്തരങ്ങളോ വസ്ത്രങ്ങളോ കുറവായിരിക്കും. ശരിയല്ലേ? അതേസമയം ഒരു വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് വേണമല്ലോ. രണ്ടാമത്തത്, കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ. നിങ്ങൾ ഇതിൽ കറക്റ്റ് ആണോ കിടക്കുന്നത്? കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്നാണോ കിടക്കുന്നത്? ആണോ? കറക്റ്റ് അല്ലേ? കിങ് എന്നാണോ കിടക്കുന്നത്? അതൊന്ന് തിരുത്തിയേ. കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ തരം. ഏത് തരത്തിലുള്ള ഹോസ്പിറ്റൽ ആണിത്? അതായത് ഔട്ട് പേഷ്യന്റ് ബേസിസിൽ അല്ലെങ്കിൽ ഡേ കെയർ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതാണോ, അതോ
ലോങ് സ്റ്റേ ആയിട്ടുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളാണ് അല്ലെ. പലതരത്തിലുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടല്ലോ നമ്മുടെ നാട്ടില് അല്ലെ. അപ്പൊ അത്തരത്തില് ഒരുപാട് ദിവസം സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഹോസ്പിറ്റലുകളാണോ അതോ ഷോർട്ട് സ്റ്റേ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളാണോ? അതിൽ ഏത് തരത്തിലുള്ള ഏത് തരത്തിലുള്ള സർവീസുകൾ കൊടുക്കുന്ന ഹോസ്പിറ്റലാണ്? അങ്ങനെ നോക്കിയിട്ട് നമുക്കൊരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ആവശ്യകത തീരുമാനിക്കാൻ പറ്റില്ലേ? പറ്റുമോ? ഒരുപാട് ലോങ് സ്റ്റേ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഹോസ്പിറ്റൽ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ദിവസം പേഷ്യൻസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവിടെ അഡ്മിറ്റ് ആവും. അതിനനുസരിച്ച് നമുക്ക് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് വേണ്ടി വരും അല്ലെ. മൂന്നാമത്തത് അവൈലബിലിറ്റി ഓഫ് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് ഇൻ അഡ്ജോയിനിങ് ഏരിയ. തൊട്ടടുത്ത ആ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത ഏരിയാസില് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസുകൾ നൽകുന്ന സ്ഥാപനങ്ങൾ ഉണ്ടോ? നമ്മുടെ വീടിന്റെ തൊട്ടടുത്തൊക്കെ നമുക്ക് ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ലോണ്ടറി സർവീസ് നൽകുന്ന ഒരു സ്ഥാപനം ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് അവിടെ കൊടുക്കാനൊക്കെ എളുപ്പമല്ലേ? തുണികളൊക്കെ വാഷ് ചെയ്യാനൊക്കെ നമുക്ക് സമയമൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി ബിസി ആയിരുന്നു, നമുക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് പോയി കൊടുക്കാൻ പറ്റില്ലേ? അപ്പൊ അതുപോലെ ഈ ഹോസ്പിറ്റലിന്റെയും തൊട്ടടുത്ത് ഇതുപോലെ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസുകൾ നൽകുന്ന സ്ഥാപനങ്ങൾ ലഭ്യമാണോ എന്ന് നോക്കൂ. അടുത്തത് വെതർ കണ്ടീഷൻ, അവിടുത്തെ ആ കാലാവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത് നോക്കൂ. അതുപോലെ ടൈപ്പ് ഓഫ് ക്ലൈന്റൽ എന്ന് പറഞ്ഞാല് നമുക്ക് അവിടെയുള്ള ആ കസ്റ്റമേഴ്സ് എങ്ങനെയാന്നുള്ളത്. ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്, ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സ് ആണ് കൂടുതൽ വരിക, ഏത് തരത്തിലുള്ള പേഷ്യൻസ് ആണ് കൂടുതൽ വരിക? ഒരുപാട് ദിവസം താമസിക്കുന്ന രീതിയിലാണോ അതോ ഔട്ട് പേഷ്യന്റ് ബേസിസിൽ ഡേ വന്ന് അന്ന് തന്നെ തിരിച്ചു പോകുന്ന രീതിയിലുള്ള കസ്റ്റമേഴ്സ് ആണോ കൂടുതൽ വരിക? അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് അതിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് എങ്കിൽ നമ്മൾ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ആ ഹോസ്പിറ്റലിൽ സ്ഥാപിക്കും. അല്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? അല്ല എങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടില് നമുക്ക് വാഷ് ചെയ്യാൻ സമയമില്ല, നമുക്ക് ഭയങ്കര ബിസിയാണ്, അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളാൽ തിരക്കിലാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല, സമയമില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേറെ ആരും നമ്മുടെ വീട്ടിൽ ചെയ്തു തരാനുമില്ല. എന്ത് ചെയ്യും? പുറമെ വാഷിംഗ് ചെയ്യുന്ന ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ ലോണ്ടറി സർവീസ് നൽകുന്ന സ്ഥാപനങ്ങളിൽ കൊടുത്ത് ചെയ്യിപ്പിക്കും. ശരിയല്ലേ? ചെയ്യിപ്പിക്കാറുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പൊ നമ്മുടെ ഏറ്റവും നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ ചിലതാണെങ്കിലും പോലും നമുക്ക് ചിലപ്പോ നോർമൽ വാഷിംഗ് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റാതെ നമ്മൾ പുറമേ കൊടുത്ത് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ ഹോസ്പിറ്റലും എന്ത് ചെയ്യും? കുറച്ചൊരു ചെറിയ ആശുപത്രിയാണ്, ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഇവിടെ സ്ഥാപിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ആണോ? ഒരു ഡിപ്പാർട്ട്മെന്റ് മുഴുവനായിട്ട് കൊണ്ടുവരിക, അതിന്റെ കുറെ സ്പേസുകൾ വേണം, ഫെസിലിറ്റി വേണം, നമ്മൾ പഠിച്ചോ? ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് പഠിച്ചില്ലേ? അപ്പൊ അത്രയും കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല അല്ലെ. ഒരുപാട് ചിലവുണ്ട് ഇതിന്, ശരിയല്ലേ? അതിന് വേണ്ടിയിട്ടുള്ള മെഷീൻസ് കൊണ്ടുവരണം, എക്യുപ്മെന്റ്സ് കൊണ്ടുവരണം, അതിനനുസരിച്ച് സ്റ്റാഫുകളെ നിർത്തണം, അവരെ മതിയായ ജീവനക്കാരെ നിയമിക്കണം, അവർക്ക് പേയ്മെന്റുകൾ കൊടുക്കണം ഇല്ലേ? ഉണ്ടോ? അതിനനുസരിച്ച് വാട്ടർ ഫെസിലിറ്റി വേണം, ഇലക്ട്രിസിറ്റി വേണം, സ്റ്റീം വേണം, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഒരുപാട് ആവശ്യകതകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഇവർ കൊണ്ടുവരുമ്പോ വേണം അല്ലെ. അപ്പൊ അത്തരത്തില് ഒരുപാട് തുണികൾ വാഷ് ചെയ്യാനോ പ്രോസസ് ചെയ്യാനോ ഇല്ല എങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരുന്നവർക്ക് നഷ്ടമല്ലേ? ആ ഒരു ഹോസ്പിറ്റലിലെ നഷ്ടമല്ലേ? അതുപോലെ ചിലപ്പോ മതിയായ സ്പേസോ കാര്യങ്ങളോ, ഒരുപാട് സ്പേസ് ഒന്നും ഇല്ലാത്ത ഹോസ്പിറ്റൽ ഉണ്ടാവും അല്ലെ. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അത്യാവശ്യം കുറച്ച് സ്പേസ് വേണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള സ്പേസുകൾ ഇല്ലാതെ പരിമിതമായിട്ടുള്ള ലിമിറ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളാണെങ്കിലും ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണല്ലോ അല്ലെ. അത്തരം സന്ദർഭങ്ങളിൽ അവർ പുറമേ കൊടുത്താണ് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് അത് ആ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. തൊട്ടടുത്ത ഏരിയാസിൽ നമുക്ക് ഈ ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ലഭ്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ അവിടെ ആയിരിക്കും അവർ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ഇന്ന് പറയുന്നുണ്ട്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്ലാനിങ് ഒന്നുകൂടി പറഞ്ഞിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ അവിടെ വരെ ഒന്ന് വായിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം. ഓക്കെ, താങ്ക് യു.